വന്യജീവി ആക്രമണത്തിലുള്ള പ്രതിഷേധം കണ്ണൂർ DFO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നു. അതിന്റെ വിവരങ്ങളിലേക്കാണ്, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് രണ്ട് ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായ അന്ത്യം ആറളം ഫാമിൽ ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം, മരണം, അതിനുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം, ആനമതിൽ നിർമ്മാണം എങ്ങും എത്താത്തതിൽ ഉള്ള പ്രതിഷേധം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം DFO ഓഫീസിലേക്കാണ് മാർച്ച്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, പ്രതിഷേധം അവസാനിച്ചോ? അനുജ, നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതായത് കണ്ണൂർ DFO ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ആറളം ഫാമിൽ രണ്ട് വയോധികർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. മേഖലയടക്കം ആറളം ഫാമിലടക്കം മലയോര മേഖലകളിൽ വ്യാപകമായി വന്യജീവി ആക്രമണം സജീവമാകുന്നു. ഈ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. അത് ചൂണ്ടിക്കാട്ടിയാണ് കണ്ണൂർ DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പ്രവേശന കവാടം പൂർണ്ണമായും പോലീസ് ബാരിക്കേഡ് കെട്ടി അടച്ചിരുന്നു. പേരാവൂർ MLA സണ്ണി ജോസഫാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് ബലം പ്രയോഗിക്കുകയും 2 തവണയോളം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പിന്നാലെ പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ മടങ്ങുന്നതിന് വേണ്ടി ഒരു ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ പോലീസും സംഭവ സ്ഥലത്ത് തന്നെ തമ്പടിച്ചിട്ടുണ്ട്. വീണ്ടും പ്രവർത്തകർ മടങ്ങിയെത്തുമോ എന്നുള്ള സാധ്യതയൊക്കെ പരിഗണിച്ചാണ് ഇവിടെ തന്നെ പ്രവർത്തകർ മറുഭാഗത്തേക്ക് മാറി തമ്പടിച്ച് നിൽപ്പുണ്ട്. പോലീസും സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. വലിയ പോലീസ് സന്നാഹത്തെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. കാരണം വലിയ വൈകാരിക പ്രതിഷേധങ്ങൾ ആറളം ഫാമിലടക്കം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അവിടെ തന്നെ പുനരധിവാസ മേഖലയായി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം 16 ജീവനോളം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടി ചേരുകയാണ്. നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ സാഹചര്യം എന്താണ്? ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16 ജീവനുകൾ കണ്ണൂർ ജില്ലയിൽ മാത്രം പൊലിഞ്ഞു. എന്നിട്ട് പോലും ഇതിനകത്ത് നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് മനുഷ്യജീവനൊരു വില കൽപ്പിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സൂചനാ സമരവുമായി ഇറങ്ങിയത്. ഞങ്ങൾ കഴിഞ്ഞ ഓരോ തവണയും സർക്കാരിനോട് പലതവണ നിവേദനങ്ങളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർ ഇന്ന് ശരിയാക്കും, നാളെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ആനമതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 5 വർഷം മുമ്പേ ഭരണാനുമതി ലഭിച്ചിട്ട് പോലും അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല. ഒരു തരത്തിലും ഇവരിൽ നിന്നും നീതി പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയത്. ഈ സമരം സൂചനയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നാളെ പേരാവൂരിൻ്റെ MLA നടത്തുന്ന ഉപവാസ സമരം ഉൾപ്പെടെ ഒരു ജനപ്രതിനിധിയായ MLA ഉപവാസ സമരം നടത്തണമെങ്കിൽ ആ സാഹചര്യം എത്രത്തോളം ഭയാനകമാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ആ തരത്തിൽ പാവപ്പെട്ടവരുടെ ജീവന് വില കൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ എന്ന് തുടരുമോ അന്ന് വരെ ഞങ്ങൾ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഇത് ഒരു രാഷ്ട്രീയ സമരമല്ല, ഇതൊരു രാഷ്ട്രീയ കക്ഷികൾക്ക് ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള സമരമല്ല. സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അത് ഏതറ്റം വരെ പോരാടാനായാലും യൂത്ത് കോൺഗ്രസ് മുന്നോട്ടുണ്ടാവും. ഇനിയും നീതി ലഭിക്കുന്നില്ല എങ്കിൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന ഉൾപ്പെടെ, ഇന്നലെ ഞങ്ങളവിടെ കരിങ്കൊടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ അവിടെ നടത്തിയിരുന്നു. ഇനി ഇവരെ റോഡിലിറങ്ങാൻ സമ്മതിക്കാത്ത തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസിന് മുന്നോട്ട് പോകും. ശക്തമായ സമരം, ഇതിന് നീതി ലഭിക്കുന്നവരെയുള്ള പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകും. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് സംസാരിച്ചത്. നേരത്തെ വനം മന്ത്രിയെ വഴിയിൽ തടഞ്ഞടക്കം കഴിഞ്ഞ ദിവസം ആറത്തേക്കുള്ള യാത്രയ്ക്കിടെ കരിങ്കൊടി വീശിയും വഴിയിൽ തടഞ്ഞും വാഹനത്തിന് മുകളിൽ കയറിയും അടക്കം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. വിവിധ അടുത്ത ദിവസം പേരാവൂർ MLA സണ്ണി ജോസഫ് പങ്കെടുക്കുന്ന ഉപവാസ സമരം അത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പിളാനിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മലയോരത്ത്, ആറളത്ത് അങ്ങനെ വന്യമൃഗാക്രമണം സജീവമായി രൂക്ഷമായ മേഖലകളിൽ സമര വേലിയേറ്റം എന്ന് തന്നെയാണ് നിസ്സംശയം പറയാൻ കഴിയുന്നത്. കണ്ണൂർ DFO ഓഫീസിലേക്കാണ് വന്യജീവി ആക്രമണത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായത്. മാർച്ച് നടത്തി. ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ തുടരും. പേരാവൂർ MLA സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലൊക്കെയുള്ള ഉപവാസ സമരത്തിലേക്ക് അവർ കടക്കുകയാണ്. ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ആവശ്യം.